അണ്ണാ കുറച്ച് അണ്ടർ റേറ്റഡ് മലയാളം ത്രില്ലർ പടങ്ങൾ പറയണ മോനെ റങ്കണം പറയുമെന്ന് പറഞ്ഞാൽ പറയും. ഒരു 5-6 5 ഒരു 10 പടം പറഞ്ഞു കൊടുക്കുക അബ്ബാനെ. ഓക്കെ ഇതാ പിടിച്ചോ. നമ്പർ 10. ഇടുക്കിയിലെ കാടിനോട് ചേർന്ന് പ്രമാണികളായ ഒരു കുടുംബത്തിന്റെ സ്വത്തുവകകളുടെ മേൽനോട്ടക്കാരനായ ബേബിക്ക് പെട്ടെന്ന് ഒരു ദിവസം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. കിടിലൻ ക്യാമറയും ലൊക്കേഷനും കാടിന്റെ മനോഹാരിതയും വന്യതയും ഒരുപോലെ ഒപ്പിയെടുത്ത സിനിമ, ഗംഭീര പെർഫോമൻസുകളും. എങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാതെ പോയ ഒരു സിനിമയാണിത്. ചിത്രം രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത് 2023 റിലീസായ ഓ ബേബി. ദിലീഷ് പോത്തൻ, വിഷ്ണു അഗസ്ത്യ, രഘുനാഥ് പലേരി തുടങ്ങിയവരോടൊപ്പം കുറെ പുതുമുഖങ്ങളും നന്നായിട്ട് തന്നെ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. IMDb റേറ്റിംഗ് 5.2 ഔട്ട് ഓഫ് 10 ഉള്ളതെങ്കിലും അതിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് അർഹിക്കുന്നുണ്ട്. ദൈർഘ്യം 2 മണിക്കൂർ 6 മിനിറ്റ്. ഓ ബേബി ഇതിന്റെ പേരാണെന്ന് തോന്നുന്നു ഭാര്യയായത്. നമ്പർ 9. ചെന്നൈയിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിന്റെ പിന്നിലെ ചുരുളഴിക്കുന്നതുമാണ് കഥയെങ്കിലും സ്ഥിരം ഫോർമാറ്റുകളൊക്കെ പൊളിച്ചെടുക്കുന്ന ചിത്രം. വിനിൽ സ്കറിയ വർഗീസ് സംവിധാനം ചെയ്ത് കാളിദാസ് ജയറാം, അശ്വിൻ കുമാർ, നമിത പ്രമോദ്, സായി പ്രിയ തുടങ്ങിയവർ അഭിനയിച്ച രജനി. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലെ രജനി എന്ന കഥാപാത്രത്തിന്റെ റിവീലിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. ഈ ഭൂരിപക്ഷം പേർക്കും കണക്ട് ആക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലുള്ളത്. സോ അത് നല്ല രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പാളിപ്പോകും. ആ ഒരു കാര്യത്തിൽ ചിലയിടത്തൊക്കെ ചില പോരായ്മകൾ കാണാനുമുണ്ട്. എങ്കിലും നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഈ സിനിമ. പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതിന് IMDb റേറ്റിംഗ് 5.7 ഔട്ട് ഓഫ് 10. 2 മണിക്കൂറാണ് ദൈർഘ്യം. രജനികാന്ത്. നമ്പർ 8. ഈ പടം ശ്രീകുട്ടൻ എന്ന പൊക്കം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണ്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കിടലിനായിട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അതാണ് സിനിമയുടെ കഥ. പടം ശ്യാം മോഹൻ സംവിധാനം ചെയ്ത് കൃഷ്ണശങ്കർ കേന്ദ്ര കഥാപാത്രമായി വന്ന കൊച്ചാൾ. 2022 റിലീസായ സിനിമ C5 സ്ട്രീം ചെയ്യുന്നത്. നല്ല പെർഫോമൻസുകളും നല്ല മിസ്റ്ററിയും സിനിമയിലുണ്ട്. വളരെ എൻഗേജിംഗ് ആയിട്ട് ഒരുക്കിയ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല എക്സൈറ്റിംഗ് ആണ്. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. ഇതിന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 27 മിനിറ്റ്. മോനെ കൊച്ചാളത്ര കൊച്ചാളല്ല. നമ്പർ 7. നല്ലൊരു സിനിമയായിട്ടും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി എന്ന് തോന്നിയ ഒരു ഉഗ്രൻ ചിത്രം. തൃശ്ശൂരിൽ നിന്നുള്ള 2 ഗോൾഡ് ഏജന്റിന്റെ കഥ പറഞ്ഞ സിനിമ. ബ്രില്യന്റ് ആയ ക്ലൈമാക്സും കൃത്യമായ ക്യാരക്ടർ സ്റ്റഡിയും നിർവഹിച്ച ഒരു കുറ്റമറ്റ ക്രൈം ഡ്രാമയാണിത്. സിനിമ 2023 റിലീസായ തങ്കം. നല്ല കഥ, നല്ല പ്രകടനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം നേടിയില്ല. സോ കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ മിസ്സാക്കണ്ട. പടം ആമസോൺ പ്രൈമിലുണ്ട്. IMDb റേറ്റിംഗ് 7.2 ഔട്ട് ഓഫ് 10. ദൈർഘ്യം 2 മണിക്കൂർ 25 മിനിറ്റ്. ഇത് തങ്കമാണ്. തങ്കം. നമ്പർ 6. ടൈം ട്രാവൽ, ടൈം ലൂപ്പ്, ലൂസിഡ് ഡ്രീമിംഗ്, ഡ്രീം ഷെയറിംഗ് ഇതൊക്കെ ഹോളിവുഡ് അല്ലെങ്കിൽ വിദേശ ഭാഷാ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അത്തരത്തിലൊരു കൺസെപ്റ്റ് മലയാളത്തിലും വന്നിട്ടുണ്ട്. രജൻ എസ് ബാബു സംവിധാനം ചെയ്ത് വിജയ് ബാബു, അനുമോൾ തുടങ്ങിയവർ അഭിനയിച്ച് 2023 റിലീസായ പെൻഡുലം. ബഡ്ജറ്റ് കുറവായിരുന്നു എന്നതിന്റെ ചില പോരായ്മകളൊക്കെ സിനിമയിൽ നന്നായിട്ട് കാണാനുണ്ട്. ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സീരിയൽ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും കോൺസെപ്റ്റ് പൊളി. കിളി പറത്തുന്ന സ്ക്രിപ്റ്റ് കൊണ്ട് പടം യുണീക്ക് ആവുന്നുണ്ട്. മിസ് ചെയ്യേണ്ട. പടം സൈന പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് ദൈർഘ്യം. നമ്പർ 5. ഒരു സീരിയൽ കില്ലർ അന്താക്ഷരി കളിച്ചുകൊണ്ട് പോലീസുകാരെ വട്ടം കറക്കുന്നു. ഇത്രയും വ്യത്യസ്തമായ ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ വിപിൻ ദാസ് ആണ്. ചിത്രം സൈജു കുറുപ്പ് നായകനായി 2022 റിലീസായ അന്താക്ഷരി. സീരിയൽ കില്ലറിന്റെ ബാക്ക് സ്റ്റോറിയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്കിലും ഒരുപാട് വാവ് മൊമെന്റ്സ് ഒന്നും സിനിമയിൽ പ്രതീക്ഷിക്കരുത്. അത്തരത്തിലൊന്നുമില്ല. പക്ഷേ ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ഡീസന്റ് ത്രില്ലറാണ് അന്താക്ഷരി. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പടം സോണി ലിവിൽ അവൈലബിൾ ആണ്. ഇതിന്റെ റൺ ടൈം 2 മണിക്കൂർ 1 മിനിറ്റ്. IMDb റേറ്റിംഗ് 6.6 ഔട്ട് ഓഫ് 10. മോനെ അടുത്ത ലെറ്റർ പഠിക്കും. നമ്പർ 4. മലയാള സിനിമയിലെ മറ്റൊരു അണ്ടർ റേറ്റഡ് കിളി പറത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ. ഈ കഥ ഒരു കൊറിയൻ പടത്തിലോ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് പടത്തിലോ ഒക്കെ ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ അതിനെ വാഴ്ത്തിയേനെ. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. പടം 2020 റിലീസായ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ഷൈൻ ടോം ചാക്കോയും രജിഷ വിജയനും അഭിനയിച്ച ലവ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പടത്തിന്റെ കോർ കോൺസെപ്റ്റ്. പക്ഷേ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കിളി ഇങ്ങനെ പറക്കും. ഖാലിദ് റഹ്മാന്റെ ഇതുവരെ സംവിധാനം ചെയ്ത പടങ്ങളിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളതും മികച്ചതായതുമായ ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. മലയാളത്തിലെ യൂണിക് കൺസെപ്റ്റുകൾ കാണാം മോനെ എന്ന് പറഞ്ഞ് നോൺ മല്ലൂസിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. എങ്കിലും പടം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. ലവ്വോ
ഇതിനെന്താ അങ്ങനെ ഒരു പേര്? നമ്പർ 3, റിയലിസ്റ്റിക് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു ഷോക്കിംഗ് ക്ലൈമാക്സ് നൽകുന്ന സിനിമ. എന്തുകൊണ്ടാണ് ആ മരണം നടന്നത് എന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ തല ഇങ്ങനെ പെരുക്കും. ഒപ്പം ടിവിയിൽ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പാട്ടും. ചിത്രം 2023 റിലീസായ ഇരട്ട. ടൈറ്റ് സ്ക്രീൻ പ്ലേ, ബ്രില്യൻ ഡയറക്ഷൻ, കിടിലൻ സിനിമാറ്റോഗ്രഫി, ജോജു ജോർജ്, അഞ്ജലി ഉൾപ്പെടെ അഭിനയിച്ചവരുടെ എല്ലാം കിടിലൻ പെർഫോമൻസ്. ഇനിയും ഈ പടം കാണാതെ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോളൂ. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും. IMDb റേറ്റിംഗ് 7.7 ഔട്ട് ഓഫ് 10. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്. ഇരട്ട വിരട്ടും. നമ്പർ 2, ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ട ഒരു കിടിലൻ ത്രില്ലർ. പോലീസ് കൺട്രോൾ റൂമിലെ പ്രൊസീജിയേഴ്സ് ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞ ശ്യാം ശശി സംവിധാനം ചെയ്ത് 2023 റിലീസായ വേല. ബേസിക്കലി ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് സ്റ്റോറിയൊക്കെ ആണെങ്കിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ് വേലയുടേത്. ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ, അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ, ഇവരുടെ 3 പേരുടെയും ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ്. സാം CS-ന്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പടം അല്പം പതിഞ്ഞ താളത്തിലാണെങ്കിലും തീരുന്നത് വരെ എൻഗേജിംഗ് ആയിട്ട് ഒട്ടും മുഷിപ്പിക്കാതെ പോകുന്ന സിനിമ. ദൗർഭാഗ്യവശാൽ ഈ പടം ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമല്ല. പടത്തിന്റെ OTT റിലീസ് ആയിട്ടില്ല. ഞാൻ തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും OTT-ൽ ഈ പടം വന്നു എന്നറിഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ടോളൂ. IMDb റേറ്റിംഗ് 8.3 ഔട്ട് ഓഫ് 10. 2 മണിക്കൂർ 28 മിനിറ്റ് ആണ് ദൈർഘ്യം. ഈ വേല വെറും വേലയല്ല, 8ന്റെ പണിയാണ്. നമ്പർ 1, കുറച്ചാളുകൾ, ഒരു വീട്, അവിടെ നടക്കുന്ന ഒരേ ഒരു സംഭവം. അത് 2.5 മണിക്കൂറോളം നിങ്ങളെ പിടിച്ചിരുത്തണമെങ്കിൽ ആ സ്ക്രിപ്റ്റിന്റെ മേന്മ എന്തായിരിക്കും? ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, കിടിലൻ പെർഫോമൻസ്, ക്യാമറ, എഡിറ്റിംഗ്, കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ. ചിത്രം ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടം. മനുഷ്യര് പ്രലോഭനം കൊണ്ട് എങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുന്നു എന്ന് കാണിച്ചു തന്ന സിനിമയാണ്. അവർക്കിടയിൽ യഥാർത്ഥത്തിൽ നടന്ന നാടകം സ്റ്റേജിൽ കാണിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരുന്നു. അത് ചെറുത്. പ്ലോട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസിക് ചിത്രമായ 12 Angry Men എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥ. ഈ വർഷം റിലീസായതിൽ മസ്റ്റ് വാച്ച് ആയ സിനിമകളിലൊന്നാണ്. കാണാത്തവരുണ്ടെങ്കിൽ മിസ്സാക്കരുത്. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പടം കാണാൻ കഴിയും. റൺ ടൈം 2 മണിക്കൂർ 19 മിനിറ്റ്. IMDb റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10. ആട്ടം ആറാടി. ഇതിൽ കുറെ ഞാൻ കണ്ടതാണ്. ആണോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിക്കാം. മോണ നമുക്ക് അടുത്ത തവണ ശരിയാക്കി വിടാം. കടറ പട്ടി നായിന്റെ മോണെ.